ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് മറ്റേ പോൺസിൻ്റെ ക്രീം ഉണ്ടല്ലോ, 20 രൂപയുടെ മറ്റേ ട്യൂബ് പോലത്തെ ഇതിൻ്റെ അകത്ത് വരുന്ന, അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ പോലത്തെ ട്യൂബിൽ വരുന്ന 20 രൂപയുടെ അത് ഞാൻ കുറച്ച് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഐലൈനർ കൊണ്ടൊന്ന് കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് എഴുതുന്നില്ല, ഓൾറെഡി എൻ്റെ കണ്ണ് ഇച്ചിരി വലിയ കണ്ണായതുകൊണ്ട് താഴെ കൂടെ എഴുതിയാൽ നല്ല ഭദ്രകാളിയുടെ കണ്ണ് പോലെ ഇരിക്കും. അവിടെ ഞാൻ സാധാരണ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ ഐലൈനർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിൽ നോക്കിക്കൊണ്ട് എഴുതാൻ വലിയ വശമില്ല, അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വരുന്നൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് കണ്ണിൻ്റെ മുകളിലായിട്ട് ഐലൈനർ കൊണ്ടൊന്ന് എഴുതി കൊടുക്കാം. എനിക്ക് കണ്ണാടി, അലമാരുടെ കണ്ണാടി നോക്കിയാണ് ഞാൻ സാധാരണ ഐലൈനർ എഴുതാറ്. ഇതിൻ്റെ സ്ക്രീനിൽ നോക്കി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ആ ഒരു ഇത് കിട്ടത്തില്ല, ഫിനിഷിങ് കിട്ടത്തില്ല അതുപോലെ എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഐലൈനർ കൊണ്ട് തന്നെ ഒരു ചെറിയ പൊട്ട് കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പൊട്ടും കൂടെ കുത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിടുന്ന ലിപ് ബാമാണ്. ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് 20 രൂപയുടെ ലിപ് ബാമാണ്. ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് മറ്റേ ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇതാകുമ്പോൾ ഒരു ഗ്ലോസി എഫക്റ്റും കിട്ടും, ഒരുപാട് ഇറച്ചിങ്ങനെ നിൽക്കത്തുമില്ല. ഇതൊരു മീഡിയം ആയിട്ടുള്ളൊരു കളറേ വരത്തുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമല്ലേ, ലിപ്സ്റ്റിക് അല്ലല്ലോ. അപ്പോൾ ഞാൻ ആ ലിപ് ബാമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലിപ് ബാം ഇടുമ്പോൾ നമ്മുടെ ചുണ്ട് ഡ്രൈ ആകാതെ നല്ലതായിട്ടിരിക്കും. ഒരുപാട് കമ്പനിയുടെ കൂടിയ ലിപ് ബാം ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണിപ്പോൾ. ലിപ് ബാമും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് ഒരു റെഡ് കളറിലെ ലിപ്സ്റ്റിക് കൊണ്ടാണ്. ഞാൻ സിന്ദൂരം കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രുദ്രൻകുട്ടൻ വന്ന് ലിപ്സ്റ്റിക് എന്നോട് ചോദിക്കുകയാണ്. അവനോടാണ് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ 2 രീതിയിൽ മുടി കെട്ടി നോക്കുന്നുണ്ട്. അപ്പം ഞാൻ മൂക്കുത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇതെൻ്റെ മൂക്കുത്തി ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനുള്ളൊരു മൂക്കുത്തിയാണ്. എൻ്റെ മൂക്കുത്തി കളക്ഷൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി ഒന്നുകൂടെ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ താഴെയായിട്ട് ആ വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മൂക്കുത്തിയാണ് കേട്ടോ. ഇത് പിന്നെ ഗോൾഡിൻ്റെയോ ഡയമണ്ടോ ഒന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് മുടി എടുത്ത് 2 സൈഡിലായിട്ട് കെട്ടി വെക്കുകയാണ് ആദ്യത്തെ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കെട്ടുന്ന 2 രീതിയിൽ ഏതാണ് എൻ്റെ മുഖത്തിന് ഏറ്റവും ചേർന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയാണ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ സ്ലൈഡ് കുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത്. എനിക്ക് ഈ മൂക്കുത്തി എൻ്റെ ഫേവറേറ്റ് മൂക്കുത്തികളിൽ ഒരു മൂക്കുത്തിയാണ് കേട്ടോ. എൻ്റെ മൂക്കുത്തി കളക്ഷൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്യാം, ഒന്ന് പോയി കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി 2ാമത്തെ ഹെയർ സ്റ്റൈൽ നമുക്ക് നോക്കിയാൽ. 2ാമത്തെ ഞാൻ കെട്ടുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ കെട്ടാറുള്ള പോലെ തന്നെ 2 സൈഡിലുമായിട്ടും നേർക്കെടുത്തിട്ട് 2 സൈഡിലും മറ്റേ പിന്നി എടുത്തിട്ട് കെട്ടി വെക്കത്തില്ലേ, കുറച്ച് മുടി എടുത്തിട്ട്. എനിക്ക് മറ്റേ ഈ പുതിയ മോഡലിലൊരു കെട്ടുന്നുണ്ടല്ലോ, ഒരു ലെയറായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഇരിക്കുന്ന അങ്ങനത്തെ കെട്ടി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ എനിക്കറിയത്തില്ല അത് കെട്ടാനായിട്ട്. അതൊന്ന് എവിടെയെങ്കിലും നോക്കിയൊന്ന് പഠിക്കണം. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ
മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് ആദ്യത്തെ കെട്ടിയതിന് ഇങ്ങനെ ചടയൊന്നും റെഡിയാക്കിയൊന്നുമില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കെട്ടുന്നതിന് നല്ലവണ്ണം ചട കളയണം. അപ്പം മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് ഇപ്പോൾ ജനൽ വഴി ഇങ്ങനെ വെട്ടമടിക്കുന്നതുകൊണ്ട് ആ ജനൽ അടച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുടിയെടുത്ത് ഇങ്ങനെ കിള്ളിപ്പിന്നുന്ന പോലെ പിന്നിയിട്ട് അങ്ങനെ കെട്ട് വെക്കുവാണ്. നിങ്ങൾക്കിതിൽ എനിക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിട്ട് തോന്നിയതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. 2 ഹെയർ സ്റ്റൈലിൽ ഏത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അതുവരെ എല്ലാവർക്കും ടാറ്റാ.